സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അധ്യായത്തില് സ്നേഹനിധികളായ 7 സ്ത്രീ നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജന്മനക്ഷത്രം അനുസരിച്ച് ഓരോരുത്തർക്കും പൊതുഫലങ്ങൾ ഉണ്ടാവും. ഇതുപ്രകാരം ചില സ്ത്രീ നക്ഷത്രങ്ങള് ഏറെ മികച്ചതാണ്. ഇത്തരത്തില് സ്നേഹനിധികളായ ചില സ്ത്രീ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നോക്കാം. ആദ്യത്തെ നക്ഷത്രം ഏതാണെന്ന് നോക്കാം. നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ നക്ഷത്രമാണ്. മറ്റുള്ളവരെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ സാധിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ഇതിനാൽ തന്നെ ഇവർക്ക് സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും ഉണ്ടാകും. മറ്റുള്ളവരെ ഉള്ളു തുറന്ന് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ഇവർക്ക് സാധിക്കും. കരുണയുള്ള നക്ഷത്രക്കാരാണ് ഇവർ. ഒരിക്കൽ ഇവരെ പരിചയപ്പെട്ടാൽ പിന്നെ ഇവരെ മറക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ വീട്ടിലൊക്കെ അശ്വതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരുടെ സ്നേഹനിധിയായ പെരുമാറ്റവും കാര്യങ്ങളെല്ലാം തന്നെ അവരെ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് തോന്നാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവരുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവരെ മറ്റുള്ളവർ മറക്കില്ല എന്നുള്ളതാണ്. അത്രയധികം സ്നേഹനിധികളാണ് അശ്വതി നക്ഷത്രക്കാര്. അങ്ങനെയുള്ള അശ്വതി നക്ഷത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർ ഈ വിഭാഗത്തിൽപ്പെട്ട അടുത്ത നക്ഷത്രമാണ്. ഇവർ മറ്റുള്ളവരെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നത് ഇവർക്ക് സഹിക്കാനാകില്ല. മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് ഇവർ. ഇവരെ മറ്റുള്ളവർ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടും എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടുന്നവരാണ് ഇവർ. ഇവരെയും ആരും മറക്കില്ല. അതാ ഈ അനിഴ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണത്. അവരെ മറ്റുള്ളവരെ അവരുടെ സ്നേഹ സമ്പാദനത്തിലൂടെ സ്നേഹ പ്രകടനത്തിലൂടെ മറ്റുള്ളവരെ വശത്താക്കാനും അതുപോലെ തന്നെ അവര് മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കാനുമുള്ള ഇവരുടെ മനസ്ഥിതി ഇവരെ മറ്റുള്ളവരിൽ നിന്ന് ഏറെ വ്യത്യസ്തമാക്കുന്ന സ്നേഹനിധിയായ നക്ഷത്രത്തിൽ ഒന്നാണ് അനിഴം നക്ഷത്രം. അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം. അതുപോലെ തന്നെ മൂന്നാമത്തെ നക്ഷത്രമാണ് മകൻ നക്ഷത്രം. ഇവർക്ക് മറ്റുള്ളവരുടെ സഹായ മനസ്ഥിതി ഉള്ളവരാണ്. വിഷമിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവരാണ് ഇവർ. ഇതിനാൽ മറ്റുള്ളവരോട് ഇവരോട് ഇതേ രീതിയിൽ പെരുമാറും. അതുപോലെ തന്നെ നല്ല മനസ്സിന് ഉടമകളാണ് ഇവർ. അവരുടെ ഓരോ പ്രവൃത്തിയും അവരുടെ മനസ്സിന്റെ വലിയ ഒരു മനസ്സിന് ഉടമകളാണ് എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ പെരുമാറ്റവും. നിങ്ങൾക്ക് മകൻ നക്ഷത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മകൻ നക്ഷത്രക്കാരൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ അവരോട് പെരുമാറി നോക്കിയാൽ അവർക്ക് അറിയാൻ സാധിക്കും അവരുടെ മനസ്സിലെ അവരുടെ മനസ്ഥിതിയും അവരുടെ മറ്റുള്ളവരോടുള്ള സ്നേഹ പെരുമാറ്റങ്ങളും അതുപോലെ തന്നെ അവരുടെ ദീനാനുകമ്പയൊക്കെ അവരുടെ മറ്റുള്ളവർ എന്തെങ്കിലും ആവലാതിയോ ബുദ്ധിമുട്ടുകളോ ഒക്കെ പറയുകയാണെങ്കിൽ ഇവരുടെ മനസ്സലിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കാൻ ഏതു വിധേനയും സഹായിക്കാനുള്ള ഒരു മനസ്സുള്ളവരാണ് മകം നക്ഷത്രക്കാര്. മകൻ നക്ഷത്രക്കാര് അവരുടെ സ്നേഹ സമ്പാദനത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും മറ്റുള്ളവരെ കൈവശത്തിലാക്കാൻ പ്രത്യേക കഴിവുള്ളവരാണ്. സ്നേഹനിധിയുള്ള നക്ഷത്രക്കാരാണ് മകൻ നക്ഷത്രക്കാർ എന്ന് പറയുന്നതിൽ ഒരു തടസ്സവുമില്ല. അവര് അതിന് അർഹരാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം ഇവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് മാത്രമല്ല സാമ്പത്തികമായ നേട്ടം ആഗ്രഹിക്കുന്നവരുമാണ്. എല്ലാവരുടെ സ്നേഹത്തോടെ പെരുമാറുന്നവരാണ് ഇവർ. മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഇവരുടെ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. നല്ല മനസ്സിന് ഉടമകളാണ് ഈ നക്ഷത്രക്കാരായ സ്ത്രീകള്. അവരുടെ ഒരു മനസ്സിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ ഇവർക്കും വിഷമം അനുഭവപ്പെടും. കാരണം വെച്ചാല് അവരുടെ ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ളവർ സങ്കടത്തോടു കൂടി ഒരു കാര്യം പറയുകയാണെങ്കിൽ അവരും അതോടൊപ്പം തന്നെ ഇരുന്ന് കരയുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് രേവതി നക്ഷത്രക്കാരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊരു സങ്കട കാര്യങ്ങളുമായിട്ട് അവരുടെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ ആ സങ്കടത്തിന്റെ അതുപോലെ തന്നെ അവരുടെ ആ ദുഃഖത്തില് ഇവരും അതോടൊപ്പം ചേർന്ന് അവരോടൊപ്പം ഇരുന്ന് കരയുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം. അവരുടെ സ്നേഹനിധികളാണ് എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. മറ്റുള്ളവരെ കളങ്കമില്ലാതെ സ്നേഹിക്കാൻ സാധിക്കുന്നവരാണ് ഇവർ. കുടുംബക്കാരോട് മാത്രമല്ല ചുറ്റുപാടുമുള്ളവരെ സ്നേഹിക്കുന്ന സഹായിക്കുന്നവരുമാണ് ഇവർ. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ തന്നെ
ഈശ്വരാധീനം ധാരാളം ഉള്ളവരാണ് ഇവർ. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കുടുംബത്തില് മറ്റുള്ളവരൊക്കെ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർ ആ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെ എല്ലാം തന്നെ തങ്ങളുടെ പ്രശ്നങ്ങളായി കണ്ട് ആ പ്രശ്നങ്ങളെ എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കുകയും അത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും അല്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ എന്ന് അവരോട് പറഞ്ഞ് അവരെ മനസ്സിന്റെ അവരുടെ ടെൻഷൻ എല്ലാം മാറ്റി അവരെ നല്ല രീതിയിൽ നയിച്ച് അവരുടെ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് മാറ്റാനും അതുപോലെ തന്നെ അത്രയധികം സ്നേഹത്തോടു കൂടി തന്നെ അവരോട് പെരുമാറാനൊക്കെ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാര്. അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം. ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാര് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ഇതുപോലെ തന്നെ മറ്റുള്ളവരെ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ സാധിക്കുന്നവരാണ്. പലരിൽ നിന്നും തിരിച്ചടി കിട്ടിയാലും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ്. ഉള്ളു തുറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നവരാണ് ഇവർ. അതായത് ഇവർക്ക് പലപ്പോഴും തിരിച്ചടികളൊക്കെ സ്നേഹസമ്പാദനത്തിലൂടെ മറ്റുള്ളവരെ സഹായിക്കാൻ എടുത്തുചാടുന്നതിലൂടെയൊക്കെ തന്നെ തിരിച്ചടികൾ ധാരാളം ഉണ്ടാകുന്ന നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രക്കാര്. പക്ഷേ ഇവരെ സ്നേഹതന്തികളായ ഇവരുടെ പെരുമാറ്റവും പിന്നെയും അവരെ മറ്റുള്ളവരുടെ മനസ്സിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് അവർ വീണ്ടും വന്നാൽ പോലും അവരെ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവരെ സഹായിക്കാൻ ആ മനസ്സിലുള്ള അവരെ എതിർത്ത് കാണിച്ച ആ സ്വഭാവം ഒന്നും അവരെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ തന്നെ അവരെ സ്നേഹത്തോടു കൂടി തന്നെ അവരെ സഹായിക്കാനും അവരുടെ പ്രശ്നങ്ങളെയൊക്കെ തന്നെ സോൾവ് ചെയ്ത് കൊടുക്കാനൊക്കെ ഒരു പ്രത്യേക കഴിവുള്ളവരാണ്. അത് നല്ല സ്നേഹത്തിന് ഉടമകളായ നക്ഷത്രക്കാർ മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ. അത് ഈശ്വരാധീനം വേണ്ടുവോളമുള്ള നക്ഷത്രമായതിനാലാണ് അങ്ങനെ സാധിക്കുന്നത്. അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം. പൂയം നക്ഷത്രമാണ്. ഇവർ ഏറെ സ്നേഹനിധികളാണെന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് ആവശ്യമായ സഹായം നൽകുന്നവരാണ്. കളങ്കമില്ലാത്ത സ്നേഹമാണ് ഇവരുടേത്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തു സഹായം നൽകാനും സാധിക്കുന്നവരാണ്. ഒരിക്കൽ ഇവർ പരിചയപ്പെട്ടാൽ പിന്നെ മറക്കില്ല. ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇവര് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ ആ സഹായത്തിന് എന്തെങ്കിലും ഒരു തിരിച്ച് ഒരു എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു രീതിയിൽ സഹായിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷേ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് അങ്ങനെ ഒരു രീതിയിലല്ല അവര് മറ്റുള്ളവരെ സഹായിക്കുകയും അതുപോലെ തന്നെ അവരോട് പെരുമാറുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ അവരുടെ ഉള്ളിലുള്ള സ്നേഹം വളരെ സത്യവും നീതിയുക്തവും ആയതിനാൽ പോലും അവർക്ക് പൊതുവെ അവരെയൊക്കെ കാണുമ്പോൾ സ്നേഹനീതികളായ സ്ത്രീകളാണ് എന്ന് നമുക്ക് പ്രത്യേകം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാര്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ അധ്യായം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.